ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിപ്പിമോളുടെ വിഷമം കണ്ടില്ലേ? ആ കരച്ചിൽ കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റില്ല. തന്റെ ഇഷ്ടം. ഞാൻ കിച്ചണിലേക്കൊന്ന് ചെല്ലട്ടെ. കാറിലൊക്കെ പോകാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ആംബുലൻസ് വിളിക്കാം. എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ആന്റി പേടിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. രണ്ടുപേർക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? ഈ ചിക്കൻ ബോക്സ് അത്രയ്ക്ക് വലിയ അസുഖമാണോ? പിന്നെ പണ്ടേ ഇതിന് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്നൊക്കെ ചിക്കൻ ബോക്സ് വന്നാലേ എവിടെയെങ്കിലും ആളുകളെ മാറ്റിക്കിടത്തും. മിക്കവാറും അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോവുക പതിവ്. അയ്യോ, ഈ അസുഖം വന്നാ മരിച്ചു പോവോ? പിന്നെ അല്ലാതെ. പണ്ട് നാട് മുഴുവൻ ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ചൊരു സമയം അമ്മമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നൊക്കെ എല്ലാവർക്കും പേടിയായിരുന്നു. എന്നിട്ട് ചിപ്പിയാണല്ലോ ഇപ്പൊ അവളുടെ അമ്മയുടെ കൂടെ നിൽക്കുന്നത്. അവൾക്ക് ഈ അസുഖം പകരില്ലേ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല മക്കളെ. ചിലപ്പോ പകരും, ചിലപ്പോ വരികയില്ല. പിന്നെ ഒരിക്കൽ വന്നിട്ടുള്ളവർക്ക് പിന്നീട് വരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? പണ്ട് അച്ഛന് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. അന്നവളെ വേദന കൊണ്ട് പൊളയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതിനെന്ത് മരുന്നാ കൊടുക്കുന്നേ? ആശുപത്രി കൊണ്ടുപോവോ? ഈ അസുഖത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല മക്കളെ. പിന്നെ ചില നാടൻ മരുന്നുകളുണ്ട്. ഒറ്റമൂലി എന്നൊക്കെ പറയും. ഒറ്റമൂലിയോ? അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മക്കളെ. ചില നാട്ടുവൈദ്യന്മാരുടെ കയ്യിലുള്ള മരുന്നാ അത്. അതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് അച്ഛനാമ്മ ആശുപത്രി കൊണ്ടുവരുന്നു അമ്മമ്മേ? ഇല്ല, അച്ഛന് മരുന്ന് കൊടുത്തതും ഒരു നാട്ടുവൈദ്യനായിരുന്നു. എന്റെ കുഞ്ഞിപ്പ എവിടെയാണ് എന്തോ? അമ്മമ്മ വിഷമിക്കണ്ട, അച്ഛനമ്മ എന്തെങ്കിലും തിരിച്ചു വരും. ദൈവങ്ങളോടെല്ലാം അമ്മമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. വരും, എന്തെങ്കിലും വരും. അത് കഴിഞ്ഞ് ഈ അമ്മമ്മ മരിക്കും. നമ്മൾ വന്നത് നന്നായി. സംഗതി അല്പം സീരിയസാ. ദേഹം മുഴുവൻ പൊങ്ങിയിട്ടുണ്ടോ? മുഖത്തും കയ്യിലൊക്കെ പാടുകളുണ്ട്. വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അല്ല, മോളെവിടെ? ചിപ്പിയോട് അവിടെ നിൽപ്പുണ്ട്. എടോ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു ആംബുലൻസ് വിളിക്കാം. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ, ഇയാളെ ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ. ഇങ്ങനൊരു അവസരത്തിൽ ഒരു ജോലിക്കാരിയെ പോലും വിളിച്ചാൽ കിട്ടിയില്ല. ഹോസ്പിറ്റൽ തന്നെ നല്ലത്. ഗൂഗിൾ നിക്ക്, ആംബുലൻസ് വിളിക്കാൻ വരട്ടെ? പിന്നെ താൻ എന്തേ പറയുന്നത്? ആംബുലൻസ് വിളിക്കാതെ പിന്നെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും മോഡേൺ മെഡിസിനിൽ ഇതിന് മരുന്നൊന്നും ഇല്ലല്ലോ. ക്ഷീണം മാറാൻ വല്ല ട്രിപ്പും കൊടുക്കും, അതല്ലേ പറ്റൂ. അല്ല, താനീ പറഞ്ഞു വരുന്നത്? ചിക്കൻ പോക്സ് വന്ന പേഷ്യന്റിന്
സ്നേഹപൂർവ്വമുള്ള പരിചരണമാണ് വേണ്ടത്. അതിന് ഹോസ്പിറ്റലിനേക്കാളും നല്ലത് വീട് തന്നെയാ. എടോ, ഇവിടെ നിന്ന് ജോലിക്കാർ പോലെ സ്ഥലം വിട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന പിന്നെ ഇവരെ ആര് നോക്കും? ചിപ്പിമോളുടെ അമ്മയല്ലേ, നമുക്ക് അവരെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ? ഞാൻ നോക്കിക്കോളാം. എടോ, ഈ അസുഖം മാറി കുളിച്ചെഴുന്നേക്കാൻ 6-7 ദിവസം എടുക്കും. അതുവരെ താൻ ഇവിടെ നിൽക്കാനോ? നമുക്ക് പോയി വരാലോ. മാത്രല്ല, എനിക്ക് ഇതിന്റെ ചികിത്സയ്ക്കുള്ള ചില പൊടിക്കൈകളൊക്കെ അറിയുകയും ചെയ്യാം. അതെങ്ങനെ? എങ്ങനെയാണെന്ന് ചോദിച്ചാ എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ പണ്ട് ഓർഫനേജിൽ നിന്ന് സിസ്റ്റർമാരൊക്കെ പറഞ്ഞു തന്നതായിരിക്കും. ഗൂഗിൾ എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നാ മതി. ആശുപത്രിയിലൊന്നും പോണ്ട, ഞാൻ നോക്കിക്കോളാം. എടോ, അത് വേണോ? വേണം ഗൂഗിൾ. ചിപ്പിമോളുടെ വിഷമം കണ്ടില്ലേ? ആ കരച്ചിൽ കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റില്ല. തന്റെ ഇഷ്ടം. ഞാൻ കിച്ചണിലേക്കൊന്ന് ചെല്ലട്ടെ.